Aliens. നടന്നു വന്നിട്ട് നല്ല കാര്യം. അവരുടെ നമ്പറിൽ ഉണ്ടല്ലോ. ഞാൻ അയച്ചു കൊടുക്കാം. കുഴപ്പമില്ല. നിന്റെ കാര്യം നടക്കട്ടെ. ശരി. ശരിടാ. ഇതാണ് എൻ്റെ എപ്പോഴും എൻ്റെ കുഴപ്പം. ഇതാണ് ലില്ലി, ഇങ്ങ് വന്നാടി. എന്താ പിന്നെ നീ ആ പാലയിലുള്ളേ നിങ്ങളുടെ ജോസഫ് ചായല്ലേ നമ്പറിൽ എൻ്റെ ഇല്ലേ? ഫോണിലുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് ക്ലിറ്റൊക്കെ ഒന്ന് അയച്ചു കൊടുത്തത്. എന്റെ ഫോണിലുണ്ടല്ലോ അയച്ചു കൊടുക്കുന്നത്. എൻ്റെ ഉണ്ട്, പക്ഷെ ഇത് അയക്കാൻ പറ്റുന്നത് ഹാങ് ആയിരിക്കുന്നു. നാണമുണ്ട് ഏട്ടാ. നിന്റെ ഫോണത്ത് ചോദിക്കുന്നത് നാണക്കേടെന്താടി? എന്റെ ഫോൺ ചോദിക്കുന്നതിന് നാണക്കേടില്ല. പിന്നത് ഏട്ടനാ ഫോണൊന്ന് തിരിച്ചേ, ഇങ്ങോട്ടൊന്ന് തിരിച്ചേ. എത്ര പൊട്ടലുണ്ട് ഏട്ടാ ഡിസ്പ്ലേയില്. ഏട്ടാ ഒന്നുമില്ലെങ്കിൽ SI അല്ലേ? നാണമില്ലേ? ഇത്ര നാള് പോലെയാണോ ഏട്ടാ? ഏട്ടന്റെ പൊസിഷൻ ഒന്ന് നോക്കണ്ടേ? എന്ത് ഏട്ടാ SI അല്ലേ? ഏട്ടന് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഫോണാണ് അത്. ഈ പൊട്ടിയ ഫോണുമായിട്ടാണ് ഏട്ടൻ നടക്കേണ്ടത്. ഇപ്പൊ സ്റ്റേഷനിൽ വെച്ചാണ് ഈ ഫോൺ ഹാങ് ചെയ്തിരുന്നെങ്കിൽ ഏട്ടനെ ആരെ വിളിച്ചേനെ? അവിടുന്ന് വിളിക്കോ ലില്ലി എന്നും പറഞ്ഞോണ്ട്? സംഭവം ശരിക്കും പറഞ്ഞ എനിക്ക് നാണക്കേടാ. ഞാനല്ലേ നിന്റെ ഫോൺ കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ. എനിക്ക് നാണക്കേടാന്ന്. ഏട്ടന് ഈ ഭയങ്കര യൂണിഫോം ഒക്കെ ഇട്ട് ചെത്തി പൊളിച്ച് പോയിട്ട് പോക്കറ്റിൽ നിന്ന് ഈ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ മൊത്തം പൊട്ടിയത്. സത്യമായിട്ട് എനിക്ക് നാണക്കേടായിട്ടാ. പുതിയൊരു ഫോൺ വാങ്ങിച്ചോ. ഏട്ടാ ഇപ്പൊ ഇത് ഹാങ് ആയി. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇനി റബ്ബർ ബാൻഡ് ഇടേണ്ടി വരും. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡിസ്പ്ലേ ഫുള്ള് പോകും. അങ്ങനെ കംപ്ലൈന്റ് ആവും. അവന് പുതിയൊരു ഫോൺ വാങ്ങി. എന്റെ അവിടെ ഡാൻസ് ക്ലാസ്സിൽ ആശ ടീച്ചർ ഇല്ലേ, പുതിയൊരു ഫോൺ വാങ്ങിച്ച ഐഫോൺ. ഒരു ഓറഞ്ച് കളർ ഇരിക്കും, നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തുവാണ് പിന്നെ 17 Pro Max. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അവിടുത്തെ ഡാൻസ് ക്ലാസ്സിൽ എല്ലാ പാരന്റ്സിന്റെ കയ്യിലും ഒക്കെ ഐഫോൺ ആയിരിക്കണത്. നീ പറഞ്ഞ ഫോൺ മേടിക്കേണ്ട ആരെന്നറിയാമോ? വല്ല ബാങ്ക് ഉദ്യോഗസ്ഥരോ ഡോക്ടർമാരോ അങ്ങനെ അടങ്ങി ഒതുങ്ങി ജോലിക്ക് പോകുന്നവർക്ക് പറ്റിയ പരിപാടിയാണ്. എന്റെ പരിപാടി അതാണ്. കള്ളന്റെ പിറകെ ഓടണം, കുടിയന്റെ പിറകെ ഓടണം, ട്രാഫിക് പോയി നിൽക്കണം, അവിടെ പോയി നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എങ്ങാനും തറയിലെങ്ങാനും വീണുണ്ടല്ലോ. വലിയ TV-യെക്കാളും വിലയാണ് നിനക്ക്. അപ്പൊ നിങ്ങളുടെ സ്റ്റേഷനിൽ എല്ലാരും പൊട്ടിയ ഫോണോട്ടാണ് നടക്കുന്നത്, പ്രതികളുടെ പുറകെ ഓടണോന്ന് വെച്ചിട്ട്. ഏട്ടാ വെറുതെ മുട്ടാപ്പോക്ക് ന്യായം പറയല്ലേ. ഏട്ടന് കാശ് മുടക്കാൻ കഴിയത്തില്ല, അത് തന്നെ കാര്യം. എനിക്കിതൊക്കെ മതിയടി. ചിട്ടി അടിച്ച പൈസ ഇവിടെ ഇരിപ്പില്ലേ? ആ പൈസ ഒന്നിനും ഏട്ടൻ എടുക്കണ്ട. അയ്യോ അതൊക്കെ ഇനി എത്ര വർഷം കഴിഞ്ഞേട്ടാ. ഏട്ടൻ ഇപ്പോഴേ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ എന്തോ വേണ്ടത്? നല്ലൊരു ഫോൺ. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. നാളെ തന്നെ പോയിട്ട് ഒരു ഫോൺ വാങ്ങിച്ചു കേട്ടെ. കേട്ടല്ല? ഇത് ഐഫോൺ മറ്റേ 17 Pro Max ഓറഞ്ച് കളർ, അത് മതി. ഫോൺ എന്തിയാ? ചില്ലറ പൈസ എല്ലാം എന്റെ ഫോൺ എന്ത് ചെയ്യുന്നത് എനിക്കങ്ങനെ അറിയാം. വെളച്ചിലെടുക്കല്ലേ? നിനക്ക് എന്തോ ഗെയിം നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ തന്നിട്ടല്ലേ ഞാൻ ബാത്റൂമിൽ പോയത്. ഞാൻ തിരിച്ചു വന്നല്ലോ. എവിടെ തിരിച്ചു വന്ന്? ഞാൻ തന്നു റൊണാൾഡോ. ഇല്ല, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് നേരെ ഞാൻ പോയി പിന്നെ ചായ ഇട്ടു, ചായ കുടിച്ചു, നിനക്ക് ദോശ ഉണ്ടാക്കി തന്നു. ഞാൻ ഇപ്പൊ പോയി റെഡി ആയി വരും. ഇതിന്റെ ഇടയ്ക്ക് അവിടെ നീ എപ്പോഴും ഫോൺ തന്നെ? റൊണാൾഡോ എനിക്ക് ഗെയിം നോക്കിട്ട് ഫോൺ തന്നെ. എന്നിട്ട് ഞാൻ ഒരു ഗെയിം കേട്ടി പിന്നെ കളിക്കാൻ പറഞ്ഞു. റൊണാൾഡോവിന് തന്നില്ല. എന്റെ എപ്പോഴാണ് ഞാൻ ബാത്റൂമിൽ പോയതിനു ശേഷം നിന്നെ ദോശ ഉണ്ടാക്കി തന്നു, ഞാൻ റൂമിൽ പോയി. ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് നമ്മൾ കണ്ടത്? റൊണാൾഡോവിന് ഞാൻ തന്നെന്ന്. ഇല്ല, നീ ചുമ്മാ തമാശ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട്.
ഇതേപോലെ നീ ഫോൺ മാറ്റി വെച്ചിട്ട് അവസാനം ഞാൻ വർക്ക്ഷോപ്പിൽ പോയി എന്തോരം ബുദ്ധിമുട്ടിയെന്നറിയോ വന്നപ്പോൾ നീ പിന്നെ തലേണൊക്കെ വീണകത്തുനിന്ന് എടുത്തു വന്നു. അതെനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാതുണ്ടല്ലേ. ഇവിടെ ഒരു 10 രൂപയുടെ ഐസ്ക്രീമിനകത്താണ് ഇത്ര വിലയുള്ള ഫോൺ. നീ ഫോൺ തമാശ ഇടും. ഞാൻ എടുത്തില്ല, ഒന്നുമില്ല. കുഞ്ഞുകളിയല്ലേ, എന്നെ തനിക്കുമ്പോ മേലെ റോഡിൽ ആള് വരും, അവര് വിളിച്ച ഞാൻ നീ ഫോൺ എടുക്കും. ഫോണില്ല, ഞാൻ പിന്നെ എന്താ എടുത്തു തരും? നിനക്ക് ഇവിടെ ആരെങ്കിലും നിനക്ക് ഫോൺ തരാറുണ്ടോ? ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഗെയിം കളിക്കുന്നത്, അതിനാണ് ഈ പണിയെടുത്ത് കാണിക്കുന്നത്. ഞാൻ എന്തുവാ ഇവിടെ എന്തോ ഉണ്ട്, ഇവിടെ എന്തോ ഉണ്ട്. ഫോണാണ്. സോറിടാ, ഞാനേ ആ ദോശ തരാൻ നേരം ഞാൻ എൻ്റെ കീഴിലോട്ട് എടുത്ത് വെച്ച്. കുഴപ്പമില്ല, സോറി. നല്ല കുട്ടി കേട്ടോ, എൻ്റെ മോനെ എടുത്തില്ല കേട്ടോ. സോറി മാത്രല്ല, എനിക്ക് ഐസ്ക്രീമും ഡയറി മിൽക്കും വേണം. ആകെ ഒരു 10 രൂപയുടെ ഐസ്ക്രീമിൻ്റെ അത്രേ ഉള്ളല്ലോ. ഇപ്പോഴത്തെ ഒന്നാം നിന്റെ 10 പുഴുപ്പ, 10 കളിച്ചാൽ 5 പുഴുപ്പല്ല. അതങ്ങനെയായിട്ട് തന്നെ വഴക്ക് പറയും. റൊണാൾഡോ എനിക്ക് ആ 2 മുട്ടായും നോക്കട്ടെ. ഇല്ലെങ്കിൽ നോക്കോ, റൊണാൾഡോവിന്റെ പല സാധനങ്ങളും ഇതുവരെ പോകും. നോക്കട്ടെ, അതവര് വരും, ഇറങ്ങി. ആ എന്നേ ഉച്ചക്ക് അങ്ങോട്ട് വിളിക്കാം, ഊണയ്ക്കാൻ വരുമ്പോഴേ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ആ ശരി ശരി, ഓക്കെ. തങ്ക മെമ്പർ ഉണ്ടാവോ? ചേച്ചി ഇല്ലല്ലോ. ആണാ? ചേച്ചി അവിടെ ലഹരി വിരുദ്ധ പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട്, അവിടെ പോയിരിക്കുക. ആണല്ലേ? ഒന്നും വിളിക്കായിരുന്നില്ലേ അപ്പൊ? ഞാൻ വിളിച്ചായിരുന്നു, എടുത്തില്ല. ആ പ്രോഗ്രാമിൽ നിൽക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോ സൈലന്റ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും. എന്റെ പേര് ആനന്ദം എന്ന് വരുമ്പോ പറഞ്ഞേക്കാവോ? ആ ചിലപ്പോ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരും. ആ അന്ന് ഞാൻ പോയിട്ട് വരാം. എന്തെങ്കിലും പറയണോ ഞാൻ? വേണ്ട, ഞാൻ മെമ്പറിനെ കണ്ട് നേരിട്ട് സംസാരിച്ചോളാം. മോനെ? ആ മോനെ. ശരി, പറയാം. നല്ല മീൻകറിയല്ലേ? പച്ചരച്ച് ആ നല്ല മച്ചമ്മ ഉണ്ടോ മീൻ? എന്താ വൈകിട്ട് വാങ്ങിച്ചത് വഴി വന്നപ്പോ. വറുത്തില്ലേ? അയ്യോടാ. പിന്നെ ഏട്ടൻ പറഞ്ഞു വിട്ട വണ്ടിയുടെ കാര്യം എന്തായി? അതെല്ലാം ഇളക്കി വെച്ചേക്കുന്നു. അതിന്റെ ഉള്ളിലൊന്നുമില്ല, ആന്തരാവയവങ്ങളെല്ലാം പോയി. കരളില്ല, കുടലില്ല, വൻകുടലില്ല. എങ്ങനെയായാലും നല്ല പൈസയാവും. ആണോ? അയ്യോ, നന്നായിട്ട് നന്നാക്കിക്കോ കേട്ടോ. ആ സാറിന്റെ നന്നായിട്ട് നല്ല പത്തരമാറ്റ് ക്വാളിറ്റിയിൽ വണ്ടി പണിഞ്ഞു കൊടുക്കും. പക്ഷെ ബില്ല് കാണിക്കുമ്പോൾ പോലീസുകാർ സ്വഭാവം കാണിക്കുന്നു പറയണം. പിന്നെ ആ സാർ അങ്ങനത്തെ ആളൊന്നുമല്ല. അവിടെ പറഞ്ഞ പൈസ തരും, അല്ലെങ്കിൽ ഏട്ടൻ വാങ്ങിച്ചു തരും. ഏട്ടന്റെ സ്വഭാവം അറിയാലോ. പേടിച്ചു വന്നാൽ വർഷോപ്പുകാർക്ക് അസോസിയേഷനൊക്കെ ഉണ്ട് ഇപ്പം. പണ്ടത്തെ പോലല്ല. ഓ, അപ്പൊ ഈ വണ്ടി പണിഞ്ഞു കൊടുത്ത് മോശമാണെങ്കിൽ അവരും വന്ന് അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്താൽ മതിയല്ലോ നിങ്ങൾക്കെതിരെ. എന്ത് കംപ്ലൈന്റ്? വണ്ടി പണിഞ്ഞത് ശരിയാക്കി കൊടുക്കുന്നേ. വണ്ടി ആകുമ്പോ പണി വരും. അതിന് വർഷോപ്പുകാരുടെ മഞ്ചത്ത് കയറിയിട്ട് കാര്യം ഉണ്ടാവും. ചോറ് സമയമില്ല, ഒരു വണ്ടി വഴി കഴിഞ്ഞിട്ട് വാ. ചോറുണ്ണ. എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്തത്? ഞാൻ സുലാന്റിന്റെ അടുത്തുനിന്ന് കഴിച്ച്. ഏടാ, നീ ആളുകൊള്ളാലോ. സുലി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നേക്കുന്നു. മാമി പിന്നെ ചിരട്ട ഉണ്ടാ? എന്തിനാണ് ചിരട്ട? എനിക്കൊരു സാധനം ഉണ്ടാക്കാനോ. മുട്ടിന്റെ ചിരട്ട മതിയോ? വേണ്ട. ആ ചായപ്പിലുണ്ടാവും. ഉണ്ടോ? സൂക്ഷിച്ച് എടുക്കണം, അവിടെ വല്ല പാമ്പൊക്കെ ഉണ്ടാവും. അവനെ പാമ്പ് കൊത്താൻ, ഇവനെ കാണുമ്പോഴേ പാമ്പ് ജീവനും കൊണ്ടുപോകും. പിന്നെ റൊണാൾഡോ രാവിലെ പറഞ്ഞ നോക്കണ്ടേ? രാവിലെ എന്താ പറഞ്ഞു? രാവിലെ ഐസ്ക്രീമും മുട്ടായും. രാവിലെ പറഞ്ഞില്ല, അത് അപ്പോഴേ കഴിഞ്ഞു. അത് എന്നാ തീർന്നു. അരി വാങ്ങിച്ചോണ്ട് വരണല്ലേ? വാങ്ങിച്ചോണ്ട് വന്നാ മതി. എടാ സൂക്ഷിച്ചു പോണേ. ആ ആര്? അയ്യോ, ചേച്ചി ഉച്ചക്ക് ഊണ് കഴിക്കാൻ വന്നില്ല. അയ്യോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നിക്ക്. വെയിലുണ്ടാ? ദാഹിക്കണ്ടോ കൊച്ചിനെ? വെള്ളം മേടിച്ചാലാട്ടോ. ഇറങ്ങുവാന്നേ. അങ്ങനെ കാണാൻ വന്ന. എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെ. ആണോ ചേച്ചി? ഓ ആഹാ, ഞാൻ അങ്ങനെ പറയാം. ശരി ശരി. ആ ചേച്ചി വരാൻ രാത്രിയാവൂന്ന്. അയ്യോ, നാളെ ഒന്ന് വിളിച്ചിട്ട് വരാവൂന്ന്. രാവിലെ ഉണ്ടാവും ചേച്ചി ഇവിടെ.
അപ്പൊ ഒന്ന് വിളിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ്. ആ ചേച്ചി ഇച്ചിരി വെള്ളം തരുമോ കുടിക്കാൻ? ആ പിന്നെന്താ. തരാട്ടാ. മതിയാ? മതി മതി. മതിയാടാ. ശരി രാവിലെ നാളെ രാവിലെ വരാം. അമ്മ നല്ല മീൻ കറി വേണം. അമ്മ വിശക്കണമ്മ. അമ്മ വാങ്ങിച്ചു തരാം. ചോറുണ്ടിട്ട് പോവാം. ഓ വേണ്ട വേണ്ട, അവൻ ചുമ്മാ പറഞ്ഞതാ. വാ, വേണ്ട ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട വാന്ന് വന്ന്. വേണ്ട. കൊച്ചിന് വിശക്കുന്നുണ്ടാവും. സാരമില്ല, വാ വാ. നീ വീട് വരെ എത്തണ്ടേ? വാ, കഴിച്ചിട്ട് വാ. വേണ്ടായിരുന്നു, ബുദ്ധിമുട്ടല്ലേ നിങ്ങൾ? അതിനെന്താ ബുദ്ധിമുട്ട്? വാ വാ. വയറ് നിറച്ചും കഴിച്ചോട്ടാ. നിങ്ങക്ക് ബുദ്ധിമുട്ടായല്ലേ? ഈ എന്ത് ബുദ്ധിമുട്ട് ഒരു നേരത്തെ ആഹാരം തരുന്നതാ. ശേ, എവിടെയാ താമസം എന്നാ പറഞ്ഞത്? കമ്പന്തേനിൽ ഞങ്ങളൊരു തോട്ടപ്പണിക്കാരായിരുന്നു. മാരിയപ്പൻ എന്നാണ് ഭർത്താവിന്റെ പേര്. തമിഴ്നാട്ടുകാരനാ. ഓ, തോട്ടം മുതലാളി വേറെ ആൾക്ക് വിറ്റപ്പോഴത്തേക്കും ഞങ്ങളുടെ ജോലി അങ്ങ് പോയി. അയ്യോ. പിന്നെ ഇവിടെ വന്ന് ഒരു ജോലി നോക്കാന്ന് വിചാരിച്ചു വന്നിട്ട് മര്യാദക്കുള്ള ജോലിയൊന്നും കിട്ടിയില്ല. മാരിയപ്പൻ എവിടെ? സുഖമില്ലാതെ കിടപ്പ. വീട്ടിലാതാ? വീടെന്ന് പറയാനായിട്ടൊന്നുമില്ല. ഞങ്ങൾ ആദ്യം ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്ന വെച്ചത്. വാടക കൊടുക്കാൻ പൈസ ഉണ്ടായില്ല. അപ്പൊ അവര് വാടകക്കാര് ഞങ്ങളെ പറഞ്ഞു വിട്ട്. ഇപ്പൊ ഞാനൊരു മേസ്ത്രി പണിക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു മുറിയില് ഞാനും മോനും ചേട്ടനും കൂടി കഴിയണം. അപ്പൊ പിന്നെ മെമ്പറെ കാണാൻ എന്താ വന്നത്? വീട് വെക്കാനായിട്ട് എന്തെങ്കിലും പൈസ സഹായം, അല്ലെങ്കിൽ മരുന്നിനൊക്കെ കുറെ പൈസ ആകുവേ, അതിനൊക്കെ എന്തെങ്കിലും പൈസ സഹായിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. വെള്ളം വേണോ മോനെ? വെള്ളം. വിശന്ന പോയവൻ. കുറെ നാളെ കൊച്ചു മീനൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട്. ആ വന്നാ? ആരാ അതിഥികൾ? അത് പറയാം. ചേച്ചി ഞങ്ങൾ നാളെ വരാം. മെമ്പറിനോട് ഞാൻ എന്നെ കണ്ടിട്ട് ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയാ പറയാം. ശരി. ചേട്ടനിരിക്കേ. പരിചയം അടുപ്പമില്ലാത്ത ആൾക്കാരൊക്കെ വീട്ടിനകത്ത് കയറ്റിയല്ലേ? കാലമല്ലാത്ത കാലമാണ്. അയ്യോ, അവര് പാവങ്ങളായിട്ടാ. എന്താ അവിടെ ആവശ്യം? എന്താ? ഞാൻ പറയേട്ടനിരിക്കും. പ്ലേറ്റ് എടുത്തോണ്ട് വരാം. ഓ, എനിക്ക് ആ കൊച്ചിന്റെ മുഖം എന്റെ കണ്ണിന്ന് പോകുന്നില്ല കേട്ടാ. നമ്മുടെ തക്കുടിന് എത്രയല്ലേ ഉള്ളു, പാവം. പക്ഷെ അവന് ഭയങ്കരമായിട്ട് വിശന്നെന്ന് തോന്നുന്നു കേട്ടാ. അല്ല ഏട്ടാ, അവരിവിടെ മറ്റേ എന്താണ് കമ്പന്തേനി ആ സ്ഥലത്തുനിന്ന് പറഞ്ഞതേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീട് കിട്ടുവോ? എന്താ ഈ ചേച്ചിനെ കാണാൻ വേണ്ടി നടക്കണത്? അവരിപ്പോ കുറെ നാളുണ്ട് ഈ ഏരിയയിൽ താമസിക്കുന്നത്. അവരുടെ ഭർത്താവും അവരിവിടെ അല്ലേ വാടകയ്ക്കാണ് താമസിച്ചെന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു വാടകയ്ക്കല്ല, ഇപ്പൊ എവിടെയോ വീട് പണിക്കങ്ങാണ്ട് നിൽക്കുവാണ്. അപ്പൊ പരിചയമുള്ള ഒരു മെമ്പറോടത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ നോക്കുന്നതായിരിക്കും. അപ്പൊ സ്ഥലം വേണ്ടേ? അല്ലെ, പലതരത്തിലുള്ള പദ്ധതികളുണ്ടല്ലോ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ സ്ഥലമുള്ളവർക്ക് വീട് കൊടുക്കുന്നത്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. അപ്പൊ അതിപ്പോ ഏതാണെങ്കിലും അതൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞൂടെ? അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാ മതിയായിരുന്നു ദൈവമേ.
അല്ലേ നിങ്ങളൊക്കെ എന്ത് ചെയ്യുമല്ലേ? ഭർത്താവിനും വയ്യ, അതിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് സങ്കടവും വരും. നിന്റെ കർത്താവേ, കിടക്ക്. ഓ, ആ ഫോൺ മാറ്റി വെക്കട്ടാ, കിടക്ക്. ഏട്ടാ, എന്താ ഇറങ്ങാത്ത? നേരത്തെ പോണോന്ന് പറഞ്ഞിട്ട് ഓ ഓ ഓ ഓ ജീപ്പ് വരാറായിട്ടുണ്ടേ. ഓ, ചില കാര്യങ്ങൾ തീരുമാനിച്ച് അതങ്ങ് നടപ്പിലാക്കി കളക്കണം. അല്ല, ഇപ്പൊ എന്താ പറഞ്ഞല്ല? ചില കാര്യങ്ങൾ തീരുമാനിച്ച് അങ്ങ് നടപ്പിലാക്കണം. നടപ്പിലാക്കണം. പൈസ എടുത്താ? പൈസ ഇതായിരിക്കുന്നു. ഫോൺ വാങ്ങിക്കുമല്ലോ. അല്ലേ വേണ്ട, വൈകിട്ട് നമുക്ക് രണ്ടു കൂടെ പോവാം. നോക്കാം. എന്ത് നോക്കാന്ന്? ഓഫറുള്ള കട അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഏട്ടൻ കട നോക്കണ്ട, മറ്റേ ആശ ടീച്ചർ എടുത്ത കടയുണ്ട് വട്ടിയൂർക്കാവില്, അവിടെ പോ. വട്ടിയൂർക്കാവില്ല? ആ, അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടെന്ന്. കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു അവർക്ക്. ഫോണിന്റെ കൂടെ ഗിഫ്റ്റുകൾ അല്ല, വേറെ സാരി ഒന്നും കിട്ടൂലല്ലോ. എന്നാലും കിട്ടുമല്ലോ, ഫോണിന്റെ കൂടെ ഉള്ള ഗിഫ്റ്റ് കിട്ടത്തില്ലേ? ആ, അത് ആ കടയിൽ നല്ല ഓഫർ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കാം. ദൈവമേ, എന്താ വരാൻ താമസിച്ചത്? ചേച്ചി ഇത്രയും സമയം നിങ്ങൾ നോക്കിയിരുന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി. അയ്യോ, പോയാ? പോയി. ചേട്ടന് പെട്ടെന്ന് സുഖമില്ലാതായെന്നേ. അയ്യോ, ഇനി എപ്പോ വരും? നീ എപ്പോ വരുമെന്ന് അറിയത്തില്ല, ചേച്ചിക്ക് ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് വയ്യാതായാ? ആ, ഒട്ടും വയ്യാതായി. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ? എന്നിട്ട് അയ്യോ, ലിലി കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് ജീവിതത്തിലെ. ഇപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ. അമ്പലത്തിനടുത്തുള്ള വായനശാലയുടെ പിറകിലല്ലേ വീടിന്റെ പണി നടക്കണം എന്ന് പറഞ്ഞാൽ? അവിടെയല്ലേ ഇപ്പൊ താമസിക്കുന്ന? ഞാൻ ഈ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റുകാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വൈകുന്നേരം വന്ന് ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇന്ന് പെട്ടെന്ന് വീണ്ടും വയ്യാതായോ? തലറിങ്ങി വീണു. ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അടുത്തേടി ഒരു കുറെ നാളായിട്ട് അടഞ്ഞിടക്കുന്ന ചെറിയ വീടുണ്ടായിരുന്നു. ഒരു മുമ്പ് വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു, ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലാത്തതിന് കൊടുക്കാതിരിക്കുകയായിരുന്നു. രാവിലെ സംസാരിച്ചായിരുന്നു ഞാൻ അവരുടെ അടുത്ത്. അവിടേക്ക് വേണമെങ്കിൽ ഒന്ന് മാറാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലേ മോൻ ഏതിലാ പഠിച്ചോണ്ടിരുന്നത്? 4ാം ക്ലാസ്സിൽ. ഇപ്പൊ പോണില്ല. മോന് പഠിക്കണ്ടേ? മാമ സ്കൂളിൽ വിളിച്ച് പറയാം. 2 ദിവസം കഴിയുമ്പോ മോനെ പോവാം. ചെല്ലട്ടെ. ആനന്ദം വരും. അയ്യോ, വേണ്ട സാറേ, വേണ്ട വേണ്ട. ഇത് തന്നെ ധാരാളമാണ്. വേണ്ട സാറേ, വേണ്ട, എനിക്കത് വാങ്ങിക്കാൻ പറ്റും. ഇത് ഞാനൊരു ആവശ്യത്തിന് വെച്ചിരുന്നതാണ്, പക്ഷെ അതിനേക്കാൾ അത്യാവശ്യം ഇതാ. വാങ്ങുന്നേ. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ രണ്ടുകൊണ്ട് ഇവിടെ. സാരല്ല. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. ഒരു നാരായണന് ബിജുമോളും ജീവിക്കാൻ ഒരു മാർഗമില്ല വന്നപ്പോ 2 മക്കളും കൊണ്ട് പുഴയിലേക്ക് ചാടി. ഇപ്പൊ നമ്മൾ ഈ ആനന്ദത്തിന് ഇപ്പൊ കണ്ണടച്ചാലേ 2 ദിവസം കഴിയുമ്പോഴുള്ള വാർത്ത ഒരു പക്ഷേ ഇതാവും. ഐഫോൺ നമുക്ക് വാങ്ങാമല്ലോ, ആണോ ഒരു കാര്യം?
വണ്ടി വന്നെന്ന് പറയാൻ വിളിക്കുകയാണ്, പക്ഷേ അല്ല സ്വിച്ച് ഓഫ് ആയിട്ട് ഓൺ ആകുമ്പോ ശരിയാവും. നമുക്കിത് ശീലമല്ലേ. ഞാൻ വരണ് ഉറക്കെ വിളിച്ചു പറയട്ടെ.